നമസ്കാരം. വോട്ട് ചോരി ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിച്ച് ഏകദേശം വിജയിച്ചത് 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മാള മണ്ഡലത്തിൽ നിന്നുമാണ്. അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നത് അന്നത്തെ കെ കരുണാകരനെതിരെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന സഖാവ് വി കെ രാജൻ മത്സരിച്ചപ്പോൾ ആ പരീക്ഷണം നടത്തി നോക്കിയിരുന്നു. മാള മണ്ഡലത്തിൽ നിന്നും കല്യാണം കഴിച്ചു വിട്ട ഇടത് സഹയാത്രികരായിട്ടുള്ള കുടുംബങ്ങളിലെ പെണ്ണുങ്ങളെ തൊട്ടടുത്ത മണ്ഡലങ്ങളായിട്ടുള്ള ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, വടക്കേക്കര, അങ്കമാലി എന്നിവിടങ്ങളിൽ നിന്നുമൊക്കെ മാളയിലെ സ്വന്തം കുടുംബങ്ങളിലേക്ക് ചേർത്തുകൊണ്ടും മാളയിൽ നിന്നും ജോലി തോടിപ്പോയ ഇടത് സഹയാത്രികരെ മാളയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നും വോട്ടുകൾ ചേർത്തപ്പോൾ കരുണാകരന്റെ ഭൂരിപക്ഷം 2474 എത്തിക്കുവാൻ വി കെ രാജന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ജാതി തിരിച്ചുകൊണ്ട് വീടുകൾ കയറി വോട്ടുകൾ അഭ്യർത്ഥിച്ചതും ആ തിരഞ്ഞെടുപ്പിലായിരുന്നു. പിന്നീട് അടവ് നയം വിജയം കണ്ടത് 1999 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ എ പി അബ്ദുള്ളക്കുട്ടി മുല്ലപ്പള്ളി രാമേന്ദ്രനെ മലർത്തിയടിച്ചപ്പോഴായിരുന്നു. തൊട്ടടുത്ത കാസർഗോഡ്, വടകര, കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തോടെ കണ്ണൂരിൽ ചേർത്തുകൊണ്ട് CPM വിജയം കാണുകയും ചെയ്തു. ഇക്കാര്യം അബ്ദുള്ളക്കുട്ടി പാർട്ടി വിട്ടപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഇക്കാര്യം ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷണർ കൊച്ചിയിൽ കളക്ടറായിരുന്നപ്പോഴും കൊച്ചി മുനിസിപ്പൽ കമ്മീഷണറായിരുന്നപ്പോഴും കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ MD ആയിരുന്നപ്പോഴും ഇതൊക്കെ തലയിൽ കയറ്റി കാണുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. വോട്ടുകൾ മാറ്റിമറിച്ചുള്ള വിജയം കേരളത്തിൽ നിന്നുമാണ് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് പറിച്ചു നട്ടത് എന്ന് വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുമാനിക്കാൻ. ഗുജറാത്തിൽ കുറെ കാലങ്ങളായി എതിരാളികളുടെ വോട്ടുകൾ വെട്ടിമാറ്റിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത് എന്നത് ഗുജറാത്തിലൂടെ നാം ഒന്ന് യാത്ര ചെയ്തുകൊണ്ട് ജനങ്ങളുമായി സംവദിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒപ്പം തന്നെ അഹമ്മദാബാദിലെയും സൂറത്തിലെയും വഡോദരയിലെയും അതുപോലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സാധാരണക്കാരുമായിട്ട് ഇടപഴകിയാൽ ഇക്കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് ആ കളികളൊക്കെ മഹാരാഷ്ട്രയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് വൻ വിജയം കാണുവാൻ സാധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്താൽ അവിടെ എന്നും ഈ NDAയുടെ പൊടി പോലും കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല. എങ്കിലും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ NDA തൂത്തുവാരുകയായിരുന്നു. ഹരിയാനയിലേത് പച്ച വെളിച്ചം പോലെ യാതൊരാൾക്കും മനസ്സിലാക്കാവുന്ന സംഭവ വികാസങ്ങൾ മാത്രമാണ് എന്ന് പറയട്ടെ. ബീഹാറിലേത് പക്ഷെ തികച്ചും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ മാത്രമാണ്. കാരണം 1.5 കോടി, കണക്കിൽ 75 ലക്ഷമാണ് കാണിക്കുന്നത് എങ്കിൽ കൂടിയും ഏകദേശം 1.5 കോടി സ്ത്രീ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മഹിളാ റോസ്ഗാർ യോജന എന്ന് പറയപ്പെടുന്ന പദ്ധതി വഴി 10,000 രൂപ കൈക്കൂലിയായി ബാങ്കിലൂടെ അയച്ചു കൊടുത്തപ്പോൾ അവിടെ അവരെ ജയിപ്പിച്ചില്ലെങ്കിൽ ദൈവം വരെ പൊറുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, തിരഞ്ഞെടുപ്പിന് 1 കൊല്ലം മുൻപെങ്കിലും ഈ വക കൈക്കൂലിക്കളികൾ ചെയ്യുവാൻ അനുവദിക്കുവാൻ പാടില്ല എന്നതായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷനും കമ്മീഷണറും ഒക്കെ ശേഷന്മാരല്ലല്ലോ. പഴയ TN ശേഷന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. TN ശേഷൻ ഉണ്ടാക്കി വെച്ച സൽപ്പേര് മറ്റുള്ളവർ കാത്തു സൂക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ജയലളിത തമിഴ്നാട്ടിൽ തിരിച്ചു വരുവാൻ കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് നാടകങ്ങളായിരുന്നു. TV, സൈക്കിൾ, കമ്പ്യൂട്ടർ, അരി, പണം എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വീശി എറിയുന്ന ഒരു സംവിധാനമായിരുന്നു. അതിപ്പോൾ എന്തായി? കേരളത്തിൽ തുടർഭരണത്തിനായിട്ട് പിണറായി വിജയൻ വീശി എറിയുകയാണ്. വീശിയപ്പോൾ ബുദ്ധിയുള്ളവർ എന്ന് അവകാശപ്പെടുന്ന മലയാളികൾ വരെ അതിൽ തകർന്നടിഞ്ഞു എന്നുള്ളതാണ്. വടക്കേ ഇന്ത്യയിൽ നമ്മൾ ഈ വർഗീയതയും അമ്പലവും പള്ളിയും പശുവും ഒക്കെ ഏകദേശം ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. അങ്ങനെ അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭരണക്കാർക്കുള്ള ഉപദേശകരാകുന്നവർ. ഉപദേശകര് ഈ ഡാറ്റ അനലിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് കണക്കിലെ ആ കളികളിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിലും ഏറ്റവും പ്രാവീണ്യം നേടിയവർ കേരളത്തിലെ പഴയ കമ്മ്യൂണിസ്റ്റ് തന്ത്രജ്ഞരാണ് എന്നുള്ളതാണ്. എതിരാളിയുടെ 1 വോട്ടിന് 2 വോട്ടുകളുടെ വിലയാണ് എന്ന തിരിച്ചറിവ് വടക്കേ ഇന്ത്യയിലെ ഉപദേശകർ നേതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ EVM-ൽ ചെയ്യുന്നത് പോലുള്ള തലവേദനയുള്ള സൂത്രങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കണക്കിലെ കളികളിൽ വടക്കേ ഇന്ത്യക്കാർ എത്തിച്ചേർന്നു എന്നുള്ളിടത്താണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങൾ നേടി NDA അടക്കമുള്ള മുന്നണി മുന്നോട്ട് കുതിക്കുന്നത് എന്നുള്ളതാണ്. ഈ കളികൾ പ്രതിപക്ഷ പാർട്ടികൾക്കും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ
അതിന് ലേശം പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അധ്വാനിക്കേണ്ടി വരുമെന്ന് മാത്രം. പിന്നെയുള്ളത് വിഘടിപ്പിച്ചു ഭരിക്കുക അല്ലെങ്കിൽ വിഘടിപ്പിച്ചുകൊണ്ട് ഭരണത്തിൽ കയറുക എന്നതാണ്. നമുക്കറിയാം 1967 കേവലം 9 സീറ്റുകളിൽ മാത്രം ഒതുങ്ങേണ്ടി വന്ന കോൺഗ്രസ് പാർട്ടിയെ പിന്നീട് 111 സീറ്റിലേക്ക് കെ കരുണാകരൻ എന്ന വ്യക്തി കൊണ്ട് എത്തിച്ചത് വിഘടിച്ചു നിൽക്കുന്ന വിഭാഗങ്ങളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുന്നണി സംവിധാനം കരുണാകരൻ വിഭാവനം ചെയ്യുന്നത്. കേരളത്തിലെ വോട്ടിംഗ് നിലവാരം എടുത്തു നോക്കിയാൽ 140 മണ്ഡലങ്ങളിൽ ഏകദേശം 30 മണ്ഡലങ്ങളിൽ 5000-ൽ താഴെ മാത്രം വോട്ടുകൾക്ക് വിജയിക്കുന്നവയും 40 മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്ന 5000-നും 10,000-നും ഇടയിൽ മാർജിനിൽ വിജയിക്കുന്നവയും 40 മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്നത് 10,000-നും 20,000-നും ഇടയിൽ വോട്ടുകൾക്ക് വിജയിക്കുന്നവയും ഈ 30 മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ആ 30 മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്നത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതുമാണ്. അങ്ങനെ അവിടെയാണ് ഈർക്കിൽ പാർട്ടികളുടെയും സമുദായ വോട്ടുകളുടെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കെ കരുണാകരൻ മുന്നണി സംവിധാനത്തെ ആകെ ഒന്ന് പ്രയോജനപ്പെടുത്തിയത്. ബി ജെ പി അധികാരത്തിൽ കയറിയ 2014 ആ ഒരു കാലഘട്ടം, ബി ജെ പി അധികാരത്തിൽ കയറിയ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പ് എന്ന കെജ്രിവാൾ പാർട്ടി 100ഓളം സീറ്റുകളിലാണ് UPA സഖ്യത്തിന്റെ വോട്ടുകൾ ചിഹ്ന ഭിന്നമാക്കി കളഞ്ഞത് എന്നത് നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. കേരളത്തിലെ ചാലക്കുടിയിലും തൃശ്ശൂരും ആപ്പ് പിടിച്ച 30,000 വോട്ടുകളും 50,000 വോട്ടുകളും അവിടുത്തെ വിജയത്തെ ബാധിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സ്ഥിതി കാണാമായിരുന്നു. അതായത് ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ നേടിയെടുക്കൽ എന്ന് പറയുന്നത്. അപ്പൊ കോൺഗ്രസ് പ്രധാനമല്ലാതിരുന്ന ബീഹാറിലും UP-യിലും തമിഴ്നാട്ടിലും ഒന്നും ഈ ആപ്പിനെ കാണാനേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ തന്ത്രങ്ങൾ ഇന്നിപ്പോൾ ബീഹാറിലും NDA നടപ്പാക്കി അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കി കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോൾ NDAയുടെ ഒരു ബി ടീം എന്നറിയപ്പെടുന്ന OIC-യും ഈ AAP-യും അതായത് ആപ്പ് എന്ന് പറയപ്പെടുന്ന ആം ആദ്മി പാർട്ടിയും മായാവതിയും ഒക്കെ ചേർന്നുകൊണ്ട് 50ഓളം മണ്ഡലങ്ങളിൽ NDAക്ക് വിജയം സമ്മാനിച്ചു കൊടുത്തു എന്നുള്ളതാണ്. കൂടാതെ കെജ്രിവാൾ ഏകദേശം വെടിതീർന്നു തുടങ്ങിയപ്പോൾ അപ്പോൾ അവതരിച്ചു വന്ന മറ്റൊരു അവതാരമായിരുന്നു പ്രശാന്ത് കിഷോർ. അദ്ദേഹവും അദ്ദേഹത്തിന് കിട്ടിയ കൂലിക്ക് നന്നായി പണിയെടുത്തു കൊടുത്തു എന്നുള്ളത്. ഇനി ഈ കളികളൊക്കെ നാം കാണാൻ പോകുന്നത് കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലുമാണ്. അതിപ്പോൾ വിജയ് മോഡലിലും ക്രിസംഗി മോഡലിലും ഒക്കെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പറയുവാൻ എന്നേ ഉള്ളൂ, ജയിക്കുവാനായിട്ട് ഇങ്ങനെ ജനാധിപത്യം തകരാതിരിക്കട്ടെ, ഇവർ തകർക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു വരുമ്പോഴും ഇല്ല, ഒരിക്കലും പരീക്ഷിക്കാൻ കഴിയാത്ത വലിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം കടന്നു പോകുന്നത് എന്ന് അറിയുമ്പോൾ സങ്കടപ്പെടാതിരിക്കാൻ ഒരു ഭാരതീയനും കഴിയില്ല. വോട്ട് ചോർച്ചയോ വോട്ട് ചോരിയോ എന്നൊക്കെ പറഞ്ഞ് വാദമുഖങ്ങൾ നിരത്തി പരാജയത്തെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും വിജയെ അഭിനന്ദിക്കാൻ പഠിക്കുകയാണ്. അവർ തെരഞ്ഞെടുത്ത മാർഗം എന്തുമായിക്കൊള്ളട്ടെ, വിജയിക്കുവാൻ അവർ കണ്ടെത്ത വഴി എന്തുമായിക്കൊള്ളട്ടെ, അതിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തുമാകട്ടെ, ഒന്നടങ്കം സ്ത്രീകളാണ് ബീഹാറിൽ NDA സഖ്യത്തെ വിജയിപ്പിച്ചെടുത്തത് എന്നതിൽ ഒരിക്കലും നമുക്കതിനെ കുറ്റം പറയാൻ കഴിയില്ല, തെറ്റ് പറയാൻ കഴിയില്ല. 1.5 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് 10,000 രൂപ വെച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കുവാൻ, അതിന് നമ്മൾ ഈ പറയുന്ന പോലെ കൈക്കൂലി എന്ന് പറഞ്ഞാൽ കൂടിയും സമ്മതിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി അവിടുത്തെ ജനങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. അതിന്റെ പല പരീക്ഷണങ്ങളും നമ്മൾ കേരളത്തിലടക്കം കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെ തുടർ ഭരണത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള വൃത്തികേടും നടക്കും. നമ്മൾ മുമ്പ് EVM മെഷീനിൽ കള്ളക്കളികൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു പരാതി. ആ പരാതി കണ്ടുപിടിക്കപ്പെടും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പെടുമ്പോൾ അതിനെ മാറ്റി പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. പുതിയ തന്ത്രങ്ങളിലേക്ക് എത്തപ്പെടുമ്പോഴാണ് ഇപ്പോൾ വാഗ്ദാനങ്ങൾ നൽകുന്ന ജയലളിതയെ ഓർമ്മ വരുന്നത്. ആ സൈക്കിളും റിക്ഷയും ഈ പറയുന്ന കമ്പ്യൂട്ടറും TV-യും എന്തിന് പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പാത്രങ്ങളടക്കം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ആ തമിഴ്നാട്ടിൽ കണ്ടതാണ്. ജയലളിത പരീക്ഷിച്ച് വിജയിച്ചതാണ്. ആ പരീക്ഷണത്തെ ഒന്നുമല്ലെങ്കിലും ബീഹാറിലെ ജനങ്ങൾക്ക് പണമായിട്ട് നൽകി ആ പണത്തിലൂടെ അധികാരത്തിലേക്ക് എത്തുവാൻ നിതീഷ് കുമാറിന് കഴിയുകയും NDAക്ക് കഴിയുകയും ചെയ്യുക എന്ന് വെച്ചാൽ അതിനർത്ഥം കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞ പോലെ ഗംഗ ഒഴുകുന്നത് ബീഹാറിലൂടെ അങ്ങ് ബംഗാളിലേക്കാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനി അടുത്ത അവരുടെ ടാർഗറ്റ് എന്ന് പറയപ്പെടുന്നത് ബംഗാളാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരെ നിലംപരിശാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയും ഒരു വലിയ രാഷ്ട്രീയം കളിക്കാൻ പോകുന്നു.
ഒരു വലിയ ചാണക്യതന്ത്രം പ്രയോഗിക്കാൻ പോകുന്നു. അതോടുകൂടി ബംഗാളും ഈ പറഞ്ഞതുപോലെ കാവ്യവൽക്കരിക്കപ്പെടും. പിന്നെ ഉള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങളാണ്, ആന്ധ്ര ഉൾപ്പെടെ. അവിടെയൊന്നും വലിയ തരത്തിലുള്ള പ്രതീക്ഷകളൊന്നും 2026 BJP വയ്ക്കുന്നില്ല. പക്ഷേ 2030 BJPക്ക് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവർ തിരഞ്ഞെടുക്കും. അന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ കാവ്യവൽക്കരിപ്പിക്കപ്പെടുവാനും അല്ലെങ്കിൽ കാവ്യ വിരിയിക്കുവാനും താമര വിരിയിക്കുവാനുള്ള ശ്രമം NDA നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വോട്ട് ചോരിയുടെ കാര്യം പറഞ്ഞ് വെറുതെ ന്യായീകരിച്ച് സമയം കളയാമെന്നല്ലാതെ ജയിക്കുവാനുള്ള മാർഗങ്ങൾ തന്ത്രങ്ങൾ അതുണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. അതുണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യം തകരാതിരിക്കൂ, ജനാധിപത്യം മരിക്കാതിരിക്കൂ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച